എന്തിനു വേണ്ടിയാണ് അവർ ഈ രൂപത്തിൽ ഇവിടെ ഈ സ്വകാര്യ ഏജൻസി കളിക്കുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് പോലീസുകാരോടും പത്രമാധ്യമക്കാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ സ്കൂളിലേക്ക് നടത്തിയ മാർച്ചല്ല, മറിച്ച് ആ സ്കൂളിന്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ട് സ്കൂളിനെ ഉപയോഗിക്കുന്ന രൂപത്തിൽ ആ സ്വകാര്യ ഏജൻസി പുസ്തകങ്ങൾ സംരക്ഷിക്കുന്നത്, പുസ്തകങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഈ ഭാഗത്തായത് കൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് മാർച്ച് നടത്തേണ്ടി വന്നിട്ടുള്ളത്. ആ സ്വകാര്യ വ്യക്തി ആരാണ്, ആ സ്വകാര്യ വ്യക്തിയുടെ ഓഫീസ് എവിടെയാണ് ഞങ്ങൾക്ക് അറിഞ്ഞാൽ ഞങ്ങൾ അവിടത്തേക്ക് മാർച്ച് നടത്തുന്നതാണ്. അല്ലാതെ ഈ സ്കൂളിലേക്ക് പൊതുമുതൽ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തിയില്ല. മറിച്ച് ആ പൊതുമുതൽ ആ സ്കൂളിൽ ആ പുസ്തകങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തിക്കൊടുത്ത ഇവിടുത്തെ ഭരണകൂടം, ഇവിടുത്തെ പ്രിൻസിപ്പൾ, അതുപോലെ ഹെഡ്മാസ്റ്റർ, അധ്യാപകര്, അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്വകാര്യ ഏജൻസിക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിതരണം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം സ്വകാര്യ ഏജൻസിക്കാണ്. അല്ലാതെ സ്കൂൾ മുഖാന്തരം സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് പോകാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാത്രി 2 മണിയോടെ അടുത്തുകൊണ്ട് ഇവിടെ കിടന്ന മിക്കവാറും പുസ്തകങ്ങൾ വണ്ടികളിലായി ഗോഡൌണുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. ആ വ്യക്തിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സമരം അവസാനിക്കും ഏതുവരെ ആ വ്യക്തി ഞങ്ങളോട് പറയണം, ഈ സമരം നിങ്ങൾ പിൻവലിക്കണം, മറിച്ച് ആ പുസ്തകങ്ങൾ ഇന്ന ദിവസത്തിനകം ഞങ്ങൾ എല്ലാ സ്കൂളുകളിലേക്കും എത്തിച്ച് വിദ്യാർത്ഥികളുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് അവര് മുമ്പോട്ട് വരുന്നതല്ലാതെ ഈ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നം MSF പ്രവർത്തകന്മാര് മുമ്പോട്ട് പോകില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല, മറിച്ച് ഞങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ടതുണ്ട്. ആ പുസ്തകങ്ങൾ ഏത് തീയതിക്കകം എല്ലാ സ്കൂളുകളിലും ഞങ്ങൾ എത്തിക്കാമെന്ന് ആ വ്യക്തി പറഞ്ഞാൽ മാത്രമാണ് ഈ സമരത്തിൽ ഞങ്ങൾ പിന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒരു സ്വകാര്യ വ്യക്തി തന്നെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ രാത്രികാലങ്ങളിൽ ആ പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കുന്ന രൂപത്തിലേക്ക് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾ ഒരുപക്ഷെ SSLCക്ക് പുസ്തകങ്ങൾ എത്താത്ത രൂപത്തിൽ, 8ാം ക്ലാസ് ഹൈസ്കൂൾ 9ാം ക്ലാസ്സിലേക്കൊന്നും പുസ്തകങ്ങൾ എത്താത്ത രൂപത്തിൽ അധ്യയന വർഷം തുടങ്ങിയിട്ട് പോലും ആ പുസ്തകങ്ങൾ സ്കൂളുകളിലേക്ക് എത്തിക്കാൻ ഇതുവരെ തയ്യാറാവാത്ത ആ ഏജൻസിയെ ഇതിൽ നിന്ന് മറുപടി പറയുന്നത് വരെ ഞങ്ങൾ ഈ സമരം